ഹലോ, ഞാനിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ നമുക്ക് ഈ തേങ്ങ ചിരകുന്ന പരിപാടി അങ്ങനത്തെ പരിപാടി ഒന്നുമില്ലാത്ത നല്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പച്ചടി ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും ചട്ടി ചൂടായി കിട്ടും. അപ്പോൾ ഒരു വലിയ വെള്ളരിയുടെ പകുതി എടുത്തിട്ട് കുനുകുനാന്ന് നന്നായിട്ട് കഴുകി കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ളതാണ്. വളരെ ചെറുതായിട്ട് അരിയണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അളവിൽ വെള്ളം, ഒരു പച്ചമുളക് ഇത്രയും ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ല ട്രാൻസ്പെറൻ്റ് ആവില്ലേ, ആ പരുവം വരെ ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ വേവിക്കണം. അഥവാ വെള്ളം വറ്റി പോവുകയാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളരിക്കൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അരപ്പെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിവിടെ തേങ്ങ ചിരകുന്ന പരിപാടിയേ ഇല്ല, എല്ലാവർക്കും തിരക്കല്ലേ. അപ്പം ഞാനിന്നിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വെക്കുന്ന പച്ചടിയിൽ നിന്ന് ഇങ്ങനെ വെക്കുമ്പം യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവില്ല കേട്ടോ. പക്ക സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു 5-6 അല്ലി നമ്മളെ ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. ഒരു വളരെ ചെറിയ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. വലുതാണെങ്കിൽ ഒറ്റ പച്ചമുളക് ചേർത്താൽ മതി. കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം, ഒരു 2 ടേബിൾ സ്പൂണിനേക്കാളും കുറച്ച് കുറവ്, ഒരു 1.25 ടേബിൾ സ്പൂൺ പറയാം. അത്രയും നല്ല കട്ട തൈര്. ഇത് ഞാനിവിടെ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള കട്ട തൈരാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട തൈരാണ്. അപ്പം അതും കൂടി ചേർത്തിട്ട് ഈ കാണുന്ന പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആകുമ്പോൾ നമ്മൾ മറ്റേ തേങ്ങ പോലെ, ചിരകിയ തേങ്ങ പോലെ ഒരുപാട് അടിച്ചെടുക്കേണ്ട. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പം സാധാ തേങ്ങയാണ് എടുക്കുന്നത് എങ്കിൽ കടുക് അവസാനം ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെങ്കിൽ അതിലേക്ക് നമുക്ക് ഡയറക്റ്റ് കടുക് ഇടാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ അരച്ചെടുത്ത അരപ്പ് നമ്മുടെ വെള്ളരിക്ക ഒക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്യുക. ഇത് തേങ്ങ അരപ്പിട്ടതിന് ശേഷം വന്നിട്ട് തീ കത്തിച്ച് തിളപ്പിക്കാനൊന്നും പാടില്ല. അപ്പം തന്നെ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് വറവിടണം. അതിന് വേണ്ടിയിട്ട് ചെറിയ ചീനച്ചട്ടി വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് നല്ല ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും 2 വറ്റൽ മുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ ഓഫ് ചെയ്യാം. പിന്നെയും തീ വെച്ചുകൊണ്ടിരുന്നാൽ അത് കരിഞ്ഞു പോവും. സോ പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യാം. എന്നതിൻ്റെ ശേഷം നമുക്ക് ഈ വറവിട്ടത് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അപ്പം തന്നെ മിക്സ് ചെയ്യാനൊന്നും പാടില്ല. ഒരു 5 മിനിറ്റിന് ശേഷം മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചത്. നമ്മൾ സാധാ പച്ചടിയിൽ നിന്നും യാതൊരു ടേസ്റ്റ് വ്യത്യാസം ഇതിനുണ്ടാവില്ല. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടമായെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം.